നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. നമ്മുടെ എഴുത്തുകാരിൽ ചിലർ ഒരു വിഭാഗത്തിൻ്റെ കഥ മാത്രം പറയും. ഇപ്പോൾ പട്ടാള കഥകൾ മാത്രം എഴുതുന്നവരുണ്ട്, യാത്രാ വിവരണങ്ങൾ മാത്രം എഴുതുന്നവരുണ്ട്. അതുപോലെ എന്താ പറയുക, സർക്കസ് കൂടാരങ്ങൾക്കകത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ കുറിച്ച് മാത്രം കഥകൾ എഴുതിയിട്ടുള്ള, തിരക്കഥ എഴുതിയിട്ടുള്ള, നോവൽ എഴുതിയിട്ടുള്ള ആളാണ് ശ്രീധരൻ ചമ്പാട്. അദ്ദേഹം സർക്കസിൻ്റെ പശ്ചാത്തലം, അല്ലെങ്കിൽ സർക്കസിൽ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നാമത് നമ്മുടെ ഈ കണ്ണൂർ, തലശ്ശേരി ഭാഗത്ത് ഒരുപാട് സർക്കസുകാരുള്ള നാടാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ശ്രീധരൻ ചമ്പാട് എഴുതിയിരുന്ന അദ്ദേഹത്തിൻ്റെ സർക്കസ് സൃഷ്ടികളെല്ലാം സർക്കസിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. പെട്ടെന്ന് നിങ്ങൾക്ക് ഓർക്കാൻ പറയാവുന്നത് മനസ്സൊരു മാന്ത്രിക കുതിരയായി പായും എന്നുള്ള പാട്ടുള്ള മനോഹരമായ KG ജോർജിൻ്റെ മേള. നമ്മുടെ മേള രഘു എന്ന് വിളിക്കുന്ന പൊക്കം കുറഞ്ഞ രഘുചേട്ടൻ അഭിനയിച്ച, മമ്മൂട്ടി ഒരു വലിയ വേഷം ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ മേള. അഞ്ജലി നായിഡു ആയിരുന്നു നായിക. നല്ല രസമുള്ള പടമാണ്. അതിൻ്റെ തിരക്കഥ എഴുതിയത് ശ്രീധരൻ ചമ്പാടാണ്. അതുപോലെ അരവിന്ദൻ്റെ തമ്പ്, നെടുമുടി വേണുവൊക്കെ അഭിനയിച്ച, VK ശ്രീരാമൻ, ജലജയൊക്കെ അഭിനയിച്ച തമ്പ്, സർക്കസ് പശ്ചാത്തലത്തിലാണല്ലോ തമ്പ് നടക്കുന്നത്. അതിൻ്റെയും തിരക്കഥ എഴുതിയത് ശ്രീധരൻ ചമ്പാടായിരുന്നു. 86ാമത്തെ വയസ്സിൽ, ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് അദ്ദേഹം യാത്രയായി. തീർച്ചയായിട്ടും ഒരുപാട് പുസ്തകങ്ങൾ എഴുതി അദ്ദേഹം. ഒരു എന്താ പറയുക, സർക്കസിനെ ബേസ് ചെയ്തെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു പുതുമ തോന്നും അല്ലേ ആ പശ്ചാത്തലം. നമ്മൾ സർക്കസ് കാണാൻ ടെൻറ്റിനകത്ത് ഇരിക്കുമ്പോൾ അതിലെ കോമാളികളായി വരുന്ന പൊക്കം കുറഞ്ഞ ആൾക്കാർ കാണിക്കുന്ന തമാശകളെ കാണുമ്പോൾ നമ്മൾ പൊട്ടി ചിരിക്കും. അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് എന്താ പറയുക, ട്രപ്പീസിലൊക്കെ കാണിക്കുന്ന അഭ്യാസങ്ങൾ, അല്ലെങ്കിൽ മരണക്കിണറിൽ ബൈക്ക് ഓടിക്കുന്ന, മമ്മൂട്ടി മേളയിൽ ബൈക്ക് ഓടിക്കുന്ന ആളായിരുന്നു. നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് രസം തോന്നും, കൊടുത്ത പൈസയ്ക്ക് മുതലായി എന്ന് തോന്നും. പക്ഷെ അവരുടെ ജീവിതങ്ങളുടെ, അവരുടെ നൊമ്പരങ്ങളുടെ, അവരുടെ അത്യാഹിതങ്ങളുടെ, അവരുടെ സ്വപ്നങ്ങളുടെയൊക്കെ കഥ പറഞ്ഞ ആളായിരുന്നു ശ്രീധരൻ ചമ്പാട്. പാട്യത്തെ പത്തായക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് ശ്രീവത്സത്തിലായിരുന്നു അന്ത്യം. 86 വയസ്സായി. സമഗ്ര സംഭാവനയ്ക്കുള്ള, സാഹിത്യരചനയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2014 അദ്ദേഹം നേടിയിട്ടുണ്ട്. ആ വ്യത്യസ്തനായ എഴുത്തുകാരന് ആത്മാഞ്ജലി അർപ്പിക്കാം നമുക്ക് ഓരോരുത്തർക്കും. നമസ്കാരം. ഞാൻ നല്ല സന്തോഷത്തിലാണ് സത്യം പറഞ്ഞാൽ. കാരണം സുരാസു എന്ന് പറഞ്ഞ എഴുത്തുകാരനെക്കുറിച്ച്, അല്ലെങ്കിൽ സാഹിത്യകാരനെക്കുറിച്ച്, ഡാൻസറെക്കുറിച്ച്, അഭിനേതാവിനെക്കുറിച്ച്, സംവിധായകനെക്കുറിച്ച്, നാടകൃത്തിനെക്കുറിച്ചൊക്കെ നമ്മളൊരു എപ്പിസോഡ് ചെയ്തത് ഒരുപാട് മൈലേജ് ഉണ്ടാക്കി. അതിൻ്റെ പിന്നാലെ അതിൻ്റെ പുറകിൽ അവളുടെ രാവുകളെ കുറിച്ച് ഹിറ്റുകളുടെ കഥയും ചെയ്തു. എല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് എന്നെ വിളിക്കുന്ന ഫോൺ കോളുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പഴയ കഥകൾ, ഞങ്ങൾക്കറിവില്ലാത്ത പഴയ കഥകൾ താങ്കൾ ധാരാളം പറയണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു മാനസിക സന്തോഷത്തിൽ നിന്നുകൊണ്ടാണ് എന്താ പറയുക ഇന്നത്തെ കഥ പറയുന്നത്. ഇന്ന് ഞാൻ പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ 2 നിശബ്ദ ചിത്രങ്ങളെക്കുറിച്ചാണ്. വിഗതകുമാരനും മാർത്താണ്ഡവർമ്മയും. നമ്മളാരും വിഗതകുമാരനും കണ്ടിട്ടില്ല, മാർത്താണ്ഡവർമ്മയും കണ്ടിട്ടില്ല. പക്ഷേ മാർത്താണ്ഡവർമ്മ പൂന ആർക്കവീസിലുണ്ട്, ഫിലിം ആർക്കവീസിൽ അതിൻ്റെ പ്രിൻ്റുണ്ട്. പക്ഷേ നമുക്ക് കാണാനുള്ള സൗകര്യമില്ല. പൂനെയിൽ പോയാൽ കാണാം. രസകരമായ ഈ 2 സിനിമകളെക്കുറിച്ച്, അതിൻ്റെ പിന്നാമ്പറ കഥകളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ രസകരമായ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്ന് തോന്നിയപ്പോഴാണ് ഇന്ന് ആ 2 സിനിമകളെക്കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ അംഗീകരിക്കപ്പെടണമെങ്കിൽ, എൻ്റെ രചനകൾ ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ ഞാനില്ലാതാകണം എന്ന് പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട തിരക്കഥാകാരൻ AK ലോഹിതദാസാണ്. എന്ത് അർത്ഥവത്തായ വരികളെന്ന് ആലോചിച്ച് നോക്കി. ഞാൻ അംഗീകരിക്കപ്പെടണമെങ്കിൽ, അത് വാസ്തവത്തിൽ അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തെ അംഗീകരിച്ചിരുന്നു സത്യത്തിൽ മലയാളി. എൻ്റെ രചനകൾ ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ ഞാനില്ലാതാകണം. ഒരു നിരാശയിൽ കലർന്ന വർത്തമാനമാണെന്ന് പറയാം. എന്നും
തോൽവി ഏറ്റുവാങ്ങാനുള്ളവനാണ് ഞാനെന്ന് പറഞ്ഞതും ലോഹിതദാസാണ്. ലോഹിതദാസിനെ പറ്റി വിശദമായ 1-2 എപ്പിസോഡ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ പറയുന്നില്ല. ഞാനിപ്പോൾ ലോഹിയുടെ വരികൾ ഓർമ്മിച്ചത് ഹതഭാഗ്യനായ JC ഡാനിയൽ എന്ന ജോസഫ് ചെല്ലയ്യ ഡാനിയൽ എന്ന് പറയുന്ന മലയാള സിനിമയുടെ പിതാവ് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന വലിയ മനുഷ്യനെ പറ്റി ഓർത്തപ്പോഴാണ്. മലയാള സിനിമയുടെ ചരിത്രം തുടങ്ങുന്നത് JC ഡാനിയലിൻ്റെ വിഗതകുമാരനിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ മാത്രമാണ് സത്യത്തിൽ തർക്കം ഇപ്പോൾ ഇല്ലാത്തത്. അതിനും തർക്കം ഉണ്ടായിരുന്നു. അത് ഈ പ്രോഗ്രാം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പിന്നാലെ മനസ്സിലാവും എന്താണ് തർക്കമായിരുന്നു. പക്ഷേ മലയാള സിനിമയുടെ പിതാവ് എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി അദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടി അദ്ദേഹം നൽകേണ്ടി വന്നത് വലിയ കാര്യമായിരുന്നു. സ്വന്തം ജീവിതത്തെ തന്നെ നശിപ്പിക്കേണ്ടി വന്ന ഹതഭാഗ്യനാണ് JC ഡാനിയൽ. സുഭിക്ഷമായി ജീവിക്കാമെന്ന ചുറ്റുപാടുകളിൽ ജനിച്ച JC ഡാനിയൽ മരുന്ന് വാങ്ങാനോ രുചികരമായ നല്ല ഭക്ഷണം കഴിക്കാനോ വകയില്ലാതെ ഒരു സുഹൃത്ത് ഔദാര്യത്തിൽ നൽകിയ കുടിസുമുറിയിൽ കിടന്ന് മരിക്കേണ്ടി വന്നു എന്നത് ചരിത്രം. ആലോചിച്ച് നോക്കിയേ, മലയാളത്തിലെ ആദ്യത്തെ സിനിമ എടുത്ത മനുഷ്യൻ കൃത്യമായി മരുന്ന് വാങ്ങാൻ കഴിയാതെ, നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, ഒരു ഇരുട്ടുമുറി പോലുള്ളൊരു സുഹൃത്ത് കൊടുത്ത ഔദാര്യത്തിൽ കൊടുത്ത വാടകയൊന്നും വേണ്ട, മരിക്കുന്നവരെ ജീവിച്ചോ എന്ന് പറഞ്ഞ് കൊടുത്ത ഒരു കൊച്ചു വീട്ടിൽ, ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അവസാന കാലം കഴിക്കേണ്ടി വന്നു. സർക്കാർ കൊടുത്ത പെൻഷന് പോലും തർക്കങ്ങളുണ്ടായി എന്നുള്ളതാണ് സത്യം. ജീവിക്കാൻ അറിയാത്ത മനുഷ്യനെന്ന ലേബലിൽ സ്വന്തം മക്കളിൽ ചിലർ പോലും സർക്കാർ ജോലി ഉണ്ടായിട്ടും സഹായിക്കുകയോ വിവാഹം ക്ഷണിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ വലിയ ആളായിട്ട് JC ഡാനിയലിൻ്റെ മകനെന്ന് പറഞ്ഞ് നെളിഞ്ഞ് കിടപ്പുണ്ട്. അയാൾ സർക്കാർ പണി കിട്ടി പോയിട്ട് എന്തെങ്കിലും അച്ഛനും അമ്മയ്ക്കും ജീവിച്ചിരിക്കാനുള്ള തുക അയച്ചു കൊടുക്കുകയോ സ്വന്തം വിവാഹം പോലും ക്ഷണിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ളവൻ ഇപ്പോൾ JC ഡാനിയലിൻ്റെ മകനാണ് എന്നൊക്കെ പറഞ്ഞ് മലയാളവും തമിഴും ഒക്കെ ചേർത്ത് വാചം അടിച്ച് നടക്കുന്നു. കൊണ്ടു കിടക്കാൻ കുറേ പേരുമുണ്ട്. പക്ഷേ സ്വന്തം മകൻ്റെ വിവാഹത്തിന് പോലും ക്ഷണിക്കാത്ത ഹതഭാഗ്യനായിപ്പോയി ഒരു സിനിമ എടുത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ജീവിക്കാൻ അറിയാത്തതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടു പോയ ഹതഭാഗ്യനായിരുന്നു JC ഡാനിയൽ. മലയാള സിനിമയുടെ പിതാവ് എന്ന് ജീവിച്ചിരിക്കുമ്പോൾ അറിയപ്പെടാനാകാതെ പോയ ഹതഭാഗ്യൻ കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ നമ്മൾ JC ഡാനിയൽ അവാർഡൊക്കെ കൊടുക്കുന്നത്. മരുന്ന് വാങ്ങാൻ പോലും നിവർത്തിയില്ല. അദ്ദേഹത്തിന് പെൻഷൻ അനുവദിക്കണമെന്ന് ജീവനോടെ JC ഡാനിയലിനെ കണ്ടിട്ടുള്ള 3-4 പേരിൽ ഒരാളായ ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ കമൽ ചെയ്ത സെല്ലുലോയിഡ് എന്ന് പറഞ്ഞ പടത്തിൽ ശ്രീനിവാസൻ ചെയ്ത വേഷമാണ് ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹം മലയാളത്തിൽ നിന്ന് ഒരു 3-4 പേരെ ജീവനോടെ JC ഡാനിയലിനെ കണ്ടിട്ടുള്ളൂ. അതിലൊരാൾ ചേലങ്ങാട് ഗോപാലകൃഷ്ണനാണ്. ഞാൻ ഗോപാലകൃഷ്ണൻ മാമ എന്ന് വിളിക്കുന്ന വലിയ മനുഷ്യൻ. അദ്ദേഹം അന്നത്തെ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മലയാറ്റൂർ രാമകൃഷ്ണനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മരുന്നൊക്കെ വാങ്ങാനായിട്ട് സർക്കാരിൻ്റെ ഒരു പെൻഷൻ അനുവദിക്കണം, അവശ്യ കലാകാരന്മാർക്കുള്ള പെൻഷൻ അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ തമിഴിനല്ലേ, മലയാള സിനിമ 1938 പുറത്തു വന്ന ബാലനിലല്ലേ തുടങ്ങുന്നത് എന്ന് ശോഭിച്ച് സംസാരിച്ചു മലയാറ്റൂർ രാമകൃഷ്ണൻ. 1914 ദന്തിരാജ് ഗോവിന്ദ ഫാൽക്കെ നിർമ്മിച്ച ചിത്രമാണല്ലോ നമ്മളെ ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ ഹരിചന്ദ്ര, രാജാ ഹരിചന്ദ്ര. അപ്പോൾ ഫാൽക്കെ അവാർഡ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇല്ലേ, ഇന്ത്യയിലെ ഏറ്റവും സമുന്നതമായ സിനിമ സമഗ്ര സമ്മാനിക്ക് കൊടുക്കുന്ന അവാർഡാണ് ഫാൽക്കെ അവാർഡ്. അത് ഈ പറയുന്ന ദന്തിരാജ് ഗോവിന്ദ ഫാൽക്കെയുടെ പേരിലുള്ളതാണ്. ഹരിചന്ദ്ര നിശബ്ദ ചിത്രമായിരുന്നു. 1931 നിർമ്മിച്ച ആലം ആര എന്ന് പറഞ്ഞ സിനിമയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ ചിത്രം. 1964 ഇന്ത്യൻ സിനിമയുടെ രജത ജൂബിലി കേന്ദ്ര സർക്കാർ ആഘോഷിച്ചു. അവർ കണക്കാക്കിയത് രാജാ ഹരിചന്ദ്ര മുതലാണ് എന്നാണ് 1964 ആകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എന്തുകൊണ്ടോ മലയാറ്റൂർ രാമകൃഷ്ണനും അന്നത്തെ ആഭ്യന്തര സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന K കരുണാകരനും അത് മനസ്സിലായില്ലെന്നോ അംഗീകരിക്കാൻ തയ്യാറായില്ലെന്നോ പറയാം. മലയാള സിനിമയുടെ ആധികാരിക രേഖ എന്ന് പറഞ്ഞ് കേരള സർക്കാർ 1974 പുറത്തിറക്കിയ മലയാറ്റൂർ രാമകൃഷ്ണൻ റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ 1938 നിർമ്മിച്ച ബാലൻ എന്ന ചിത്രത്തോടെ ആരംഭിക്കുന്ന മലയാള സിനിമയുടെ ചരിത്രം TR സുന്ദരത്തോടെ ആരംഭിക്കുന്നു എന്നായിരുന്നു. പൊതുമേഖലയിൽ ആരംഭിക്കാൻ അക്കാലത്ത് സർക്കാർ ചർച്ച ചെയ്തിരുന്ന ഒരു പൊതുമേഖലയിൽ ഒരു സ്റ്റുഡിയോ വേണം എന്ന് ചർച്ച ചെയ്തിരുന്നു.
അതിനെപ്പറ്റി ആലോചിക്കാനുള്ള യോഗത്തിൽ മലയാറ്റൂർ രാമകൃഷ്ണൻ ഔദ്യോഗികമായി ആദ്യമായി ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചു, സമഗ്ര റിപ്പോർട്ട് അവതരിപ്പിച്ചു. അന്ന് ആഭ്യന്തര സാംസ്കാരിക വകുപ്പുകളുടെ മന്ത്രിയായിരുന്ന കെ കരുണാകരൻ്റെ ഔദ്യോഗിക മുറിയിൽ വെച്ച് കരുണാകരൻ്റെ സാന്നിധ്യത്തിലായിരുന്നു മലയാറ്റൂർ അത് വായിച്ചത്. ഈ പ്രസ്താവന തെറ്റാണെന്നും 1928 JC ഡാനിയൽ നിർമ്മിച്ച വിഗതകുമാരൻ എന്ന ചിത്രമാണ് മലയാളത്തിലെ ആദ്യ ചിത്രമെന്നും ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ കരുണാകരൻ പറഞ്ഞത് നോൺസെൻസ് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു ചിത്രം ഇവിടെ ആരും നിർമ്മിച്ചിട്ടേയില്ല എന്നാണ് കരുണാകരൻ അന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ നിർദ്ദേശത്തിന് തള്ളിക്കളഞ്ഞു. ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞ ആ നിർദ്ദേശത്തെ പോലും കെ കരുണാകരൻ തള്ളിക്കളഞ്ഞു. ഇതിൻ്റെ പിന്നിലുള്ള ഏക വികാരം എന്ത് എന്ന് ചോദിച്ചാൽ JC ഡാനിയൽ ഒരു ക്രിസ്ത്യാനിയായിരുന്നു എന്നത് മാത്രമായിരുന്നുവെന്നും ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ പറയുന്നു. JC ഡാനിയൽ മലയാളത്തിലെ ആദ്യത്തെ കഥാകൃത്തും നിർമ്മാതാവും ക്യാമറാമാനും ഫിലിം സ്റ്റുഡിയോ സ്ഥാപകനും ആദ്യ നായകനും ആദ്യത്തെ ലാബ് ടെക്നീഷ്യനും ഒക്കെ ആയിരുന്നു. അങ്ങനെയുള്ള ഒരാളെ മലയാള സിനിമയുടെ പിതാവായി കാണാൻ ചിലർക്ക് അക്കാലത്ത് സമ്മതമല്ലായിരുന്നു. ഇന്ത്യയിലോ കേരളത്തിലോ അല്ലായിരുന്നു JC ഡാനിയൽ ജനിച്ചിരുന്നെങ്കിൽ ഇതിനുള്ളിൽ ആ പ്രതിഭയെപ്പറ്റി ഗ്രന്ഥങ്ങളും സിനിമകളും സ്മരണകളും ഒക്കെ ഒരുപാട് ഉയർന്നേനെ, ഒരുപാടുണ്ടായേനെ. ഏതായാലും സെല്ലുലോയിഡ് എന്ന സിനിമ എടുക്കാൻ തോന്നിയ കമൽ എന്ന സംവിധായകനെ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. കാരണം ഒന്നുമില്ലെങ്കിലും JC ഡാനിയലിനെ കുറിച്ച് അല്ലെങ്കിൽ വിഗതകുമാരനെക്കുറിച്ച് അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചിത്രത്തെക്കുറിച്ച് ആ പശ്ചാത്തലമാക്കിക്കൊണ്ടൊരു സിനിമ ചെയ്യണമെന്ന് കമലിന് തോന്നിയല്ലോ. ഒരുപാട് അവാർഡുകളും ആ സിനിമ നേടി. മലയാള സിനിമയുടെ രജത ജൂബിലി ആഘോഷം കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ നേതൃത്വത്തിൽ 1981 എറണാകുളത്ത് ആഘോഷിച്ചപ്പോൾ ആ ചടങ്ങിലേക്ക് JC ഡാനിയലിനെ ക്ഷണിക്കുകയോ അദ്ദേഹത്തിനൊരു കത്ത് അയക്കാനോ ഫിലിം ചേംബർ തയ്യാറായില്ല. അതെനിക്ക് തോന്നുന്നു TU വാസുദേവൻ്റെ ഒരു പിടിവാശിയായിരിക്കാം. കാരണം അദ്ദേഹത്തിന് സേലം എന്താ പറയുക, ഈ പറയുന്ന ബാലനെടുത്ത സ്റ്റുഡിയോയുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആ കത്തിനൊന്നും വില കൊടുക്കാത്തത്. മലയാള സിനിമയുടെ പിതാവ് ഡാനിയലാണ്, അദ്ദേഹത്തെ ക്ഷണിക്കണം എന്ന് പറഞ്ഞ് ചേലങ്ങാട്ട് എഴുതിയ കത്തിന് പോലും അന്ന് ഫിലിം ചേംബർ ഭരിച്ചിരുന്നവർ ഒരു വിലയും കൊടുത്തില്ല, തള്ളിക്കളഞ്ഞു. പകരം മലയാള സിനിമയുടെ പിതാവായി സേലത്ത് നിന്ന് TR സുന്ദരത്തെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ജൂബിലി ആഘോഷിക്കാൻ ആഘോഷ ചടങ്ങിൽ ആദരിച്ചു. 1928 നവംബർ 7 വിഗതകുമാരൻ തിരുവനന്തപുരത്തെ ക്യാപിറ്റൽ തിയേറ്ററിൽ ആദ്യമായി പ്രദർശിപ്പിച്ചത്. ഈ ഡേറ്റിനെ മാറ്റിമറിക്കാനും ചില വേന്ദ്രന്മാർ ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളതാണ് രസകരമായൊരു കാര്യം. അവരൊക്കെ സർക്കാരിനെ പോലും തെറ്റിദ്ധരിപ്പിച്ചു. അയ്യോ 28-ലല്ല കേട്ടോ, 1928-ലല്ല അത് ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ എൻ്റെ തെളിവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴോ പ്രദർശിപ്പിച്ച ഒരു സിനിമയുടെ ഈ വിഗതകുമാരൻ്റെ പത്രപരസ്യവും കൊണ്ടുവന്ന് സർക്കാരിനെ പോലും തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. വിഗതകുമാരനിൽ ചന്ദ്രകുമാറായി അഭിനയിച്ചത് JC ഡാനിയൽ തന്നെയായിരുന്നു. വില്ലനായ ഭൂതനാഥൻ്റെ റോളിൽ ലാലി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രസിദ്ധ സിനിമാ താരമായിരുന്ന BS സരോജയുടെ അച്ഛൻ ജോൺസനാണ് അഭിനയിച്ചത്. ചന്ദ്രകുമാറിൻ്റെ കുട്ടിക്കാലം ചെയ്തത് JC ഡാനിയലിൻ്റെ മകൻ സുന്ദർരാജായിരുന്നു. സുന്ദർരാജ് പിന്നീട് പഠിച്ച സിലോണിൽ കൊളംബിയയിലുള്ള ട്രിനിറ്റി കോളേജിൽ പ്രൊഫസറായി. തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് JC ഡാനിയലിനെ ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ ആദ്യമായി ജീവനോടെ കാണുന്നത്. പഴയകാലത്തെ ജെൻറ്റിൽമാൻമാരെ പോലെ കറുത്ത കോട്ടും അതിനുള്ളിൽ കഫ് ഷർട്ടും മുണ്ടും കഴുത്തിൽ ചുറ്റിയിട്ട നേരിയതുമായിരുന്നു വേഷം. പുറമേ ഒരു കാലം കുടയും പിടിച്ചിരുന്നു. ബസ് സ്റ്റാൻഡിൻ്റെ കിഴക്ക് വശത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വാഗമരത്തിൻ്റെ ചൂട്ടിലുള്ള മുറുക്കാൻ കടയിൽ നിന്നും മുറുക്കാൻ വാങ്ങി കടലാസിൽ പൊതിഞ്ഞ് കോട്ടിൻ്റെ കീശയിലിട്ട് തൊട്ടപ്പുറത്ത് കിടക്കുന്ന നാഗർകോവിലേക്ക് പോകുന്ന ബസ്സിനടുത്തേക്ക് നടന്നു പോകുന്ന ഡാനിയലിനെ നോക്കിയിട്ട് മുറുക്കാൻ കടയിലെ ബെഞ്ചിലിരുന്ന ഒരാൾ പറഞ്ഞു, പാവം എങ്ങനെ കഴിയേണ്ട ആളാ, സിനിമ പിടിച്ച് പാപ്പരായി എല്ലാം നശിപ്പിച്ചു. ആ നടന്നു പോകുന്ന മുറുക്കാൻ വാങ്ങിച്ച് കോട്ടിൻ്റെ പോക്കറ്റിട്ട് നടന്നു പോകുന്ന മനുഷ്യൻ നോക്കി പറയായിരുന്നു. ഇത് കേട്ട ചേലങ്ങാട് അവിടെ ചായ കുടിക്കാൻ എന്തോ നിൽക്കുകയായിരുന്നു. ഓടി ബസ്സിനടുത്തേക്ക് ചെന്നു. ഈ സിനിമ എടുത്ത ആളെന്ന് പറഞ്ഞപ്പോൾ ഏത് സിനിമാക്കാരനെ കണ്ടാലും ചേലങ്ങാട് ഓടുമല്ലോ, ചരിത്രം എഴുതുന്ന ആളല്ലേ. അദ്ദേഹം ഓടിച്ചെല്ലുമ്പോഴേക്കും ബസ് നാഗർകോവിലേക്ക് വിട്ടു. ഇവിടെ മുതൽ ചേലങ്ങാട് അന്വേഷണം തുടങ്ങി. വിഗതകുമാരൻ എടുത്തയാൾ ജീവനോടെ ഉണ്ടെന്ന അറിവ് പലർക്കും ഇല്ലായിരുന്നു അക്കാലത്ത്. അന്ന് തിരുവനന്തപുരത്തു നിന്നും ഇറങ്ങിയിരുന്ന മലയാളി എന്ന് പറഞ്ഞ ഒരു ദിനപത്രം ഉണ്ടായിരുന്നു. ആ ദിനപത്രത്തിൻ്റെ പത്രാധിപ സമിതിയിലെ ഒരംഗമായിരുന്നു
ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ. ഡാനിയൽ അഗസ്തീശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന ആളാണെന്നും അവിടെയുള്ള സബ് രജിസ്ട്രാർ കച്ചേരിക്ക് നേരെ എതിരെയുള്ള ഒരു ചെറിയ വീട്ടിലാണ് താമസമെന്നും ചേലങ്ങാട്ടിനെ ആരോ പറഞ്ഞ് അറിവ് കിട്ടി. ചേലങ്ങാട് അഗസ്തീശ്വരത്തെത്തി വീട് കണ്ടെത്തി. ആൾ താമസമുണ്ടെന്ന് തോന്നാത്ത ഒരു കുടിസ് വീട്, വീടിന് മുന്നിൽ ഒടിഞ്ഞ മരത്തിലുണ്ടാക്കിയ ഗേറ്റ്, മുറ്റത്തെല്ലാം നിറയെ പുല്ല് പിടിച്ച് വളർന്ന് പന്തലിച്ച് കിടക്കുന്നു. അതിൻ്റെ നടുവിലൂടെ ഈ വീട്ടിലേക്ക് പോകാൻ ആരൊക്കെയോ നടന്നു പോയതിൻ്റെ കാൽപ്പാടുകൾ കൊണ്ട് വകഞ്ഞു മാറ്റിയതുപോലെ കിടപ്പുണ്ട്. വാതിൽക്ക് ചെന്ന് ചേലങ്ങാട്ട് ഒന്ന് മുട്ടി, അനക്കമില്ല. പിന്നെയും വിളിച്ചു. അപ്പോൾ ജനാലയിലേക്ക് ചുക്കുചുളിഞ്ഞ ഒരു സ്ത്രീ രൂപം പ്രത്യക്ഷപ്പെട്ടു. എന്താണെന്ന് അവർ തിരക്കി. ചേലങ്ങാട്ട് കാര്യം പറഞ്ഞു. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്, ഒരു സിനിമാ പത്രപ്രവർത്തകനാണ്, JC ഡാനിയലിനെ കാണാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വിശദീകരിച്ചു. അവർ വാതിൽ തുറന്നു. അകത്തേക്ക് ചേലങ്ങാട്ട് കയറി. ഒരു ഹാള്, മങ്ങിയ നിഴൽ വെളിച്ചം. ഒരറ്റത്തെ മരക്കട്ടിലിൽ ഒരാൾ ഏകനായിരിക്കുന്ന പോലെ കുത്തിയിരിക്കുന്നു. താടി വളർന്ന്, തലമുടി പറന്ന്, നടുവ് വളഞ്ഞ്, കയ്യിൽ മാത്രം എടുത്ത ഒരാൾ. വാതിൽ തുറന്ന സ്ത്രീ ഒരു പേക്കോലം എന്നാണ് ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ പറയുന്നത്. വന്ന കാര്യം ചേലങ്ങാട്ട് പറഞ്ഞു. ഇരിക്കുന്ന ആൾ പറഞ്ഞു, ഞാനാണ് ഡാനിയൽ. അതായത് ഞാൻ വന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. JC ഡാനിയൽ എന്ന് പറഞ്ഞ മലയാള സിനിമയിൽ ആദ്യത്തെ സിനിമ എടുത്ത ആളിനെ കാണാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോഴും JC ഡാനിയലാണ് ഈ കട്ടിലിരിക്കുന്നതെന്ന് ചേലങ്ങാട്ടിന് മനസ്സിലായില്ല. അപ്പോൾ ആ ഇരിക്കുന്ന ആൾ തന്നെ പറഞ്ഞു, ഞാനാണ് ഡാനിയൽ. എന്താ ചോദിക്കാനുള്ളത്? ചോദിച്ചോളൂ. മുറിയാകെ പന്നിക്കൂടിൻ്റെ ഗന്ധം എന്നാണ് ചേലങ്ങാട് പറയുന്നത്. പത്രക്കാരൻ എന്നറിഞ്ഞപ്പോൾ ഡാനിയലിന് ഉശിര് വന്നു. ചേലങ്ങാട്ട് ചോദിച്ചു. ഡാനിയൽ ഉത്തരങ്ങൾ പറഞ്ഞു. ഒരു നോട്ട് ബുക്ക് കൊണ്ടുപോയി കയ്യിൽ കരുതിയിരുന്നു. അതിൽ ചേലങ്ങാട്ട് അതെല്ലാം കുറിച്ചെടുത്തു. ഇതെൻ്റെ വീടല്ല, ഒരു സ്നേഹിതൻ്റെ വീടാണ്. ചാകുന്നതുവരെ താമസിക്കാൻ തന്നിരിക്കുക. ചേലങ്ങാട്ട് എഴുന്നേറ്റു. JC ഡാനിയൽ ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ചേലങ്ങാട്ട് ആ മുഖത്തേക്ക് നോക്കി. നിരാശയും കോപവും സന്തോഷവും ഒക്കെ കൂടിയുള്ള ഒരു വികൃത ചിരി അദ്ദേഹം ചിരിച്ചു. എന്നിട്ട് പതിയെ പറഞ്ഞു, ഞാൻ തോറ്റു ഗോപാലകൃഷ്ണ, ഞാൻ തോറ്റു. മെലിഞ്ഞ കൈകൾ കൂപ്പി, വിറയാർന്ന മെലിഞ്ഞ കൈകൾ കൂപ്പി അദ്ദേഹം പൊയ്ക്കോളൂ എന്ന് അനുമതി നൽകി. തിരുവനന്തപുരത്ത് വന്ന് ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ ഒരു ലേഖനം എഴുതി. JC ഡാനിയലിനെ പറ്റി, JC ഡാനിയൽ ജീവിച്ചിരിക്കുന്നതിനെ പറ്റി, മലയാളത്തിൻ്റെ ആദ്യത്തെ സിനിമയുടെ പിതാവിനെ പറ്റി എഴുതി. അപ്പോൾ ചേലങ്ങാട് പത്രാധിപ സമിതി അംഗമായിരിക്കുന്ന മലയാളി ദിനപത്രത്തിൽ അത് പ്രസിദ്ധീകരിക്കാൻ കൊടുത്തു. ഞായറാഴ്ച പതിപ്പിൽ അടിച്ചു വന്നു. അപ്പോൾ കുട്ടനാട് രാമകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് മലയാളിയുടെ പത്രാധിപർ. പത്രാധിപരോട് ചോദിക്കാതെ ലേഖനം പ്രസിദ്ധീകരിച്ചത് കുട്ടനാട് രാമകൃഷ്ണപിള്ളയ്ക്ക് ഒട്ടും സൂചിച്ചില്ല. ചേലങ്ങാടിനെ രാമകൃഷ്ണപിള്ള വിളിപ്പിച്ചു. ആരോട് ചോദിച്ചിട്ടാണ് ഈ ലേഖനം കൊടുത്തത് എന്ന് ചോദിച്ചു. മറുപടി പറയാതെ ചേലങ്ങാട്ട് ഇളിഭ്യമായ ഒരു ചിരിയോടെ നിന്നു. നിനക്കൊന്നും മലയാള സിനിമയുടെ ചരിത്രം അറിഞ്ഞുകൂടാ. എനിക്ക് നന്നായിട്ടറിയാം ചരിത്രം. TR സുന്ദരമാണ് മലയാള സിനിമയുടെ പിതാവ്. ഈ പറയുന്ന കുട്ടനാട് രാമകൃഷ്ണപിള്ള അടിച്ച് തറപ്പിച്ച് പറയുകയാണ്. നിനക്ക് നാണമില്ലേടാ, ഒരു മാപ്പിളയാണ് മലയാള സിനിമയുടെ പിതാവെന്ന് പറയാൻ. അപ്പോൾ ചേലങ്ങാട് അങ്ങ് ചിരിച്ചു. ചേലങ്ങാട് മോഹൻ രസകരമായി സംസാരിക്കുന്ന ആളാണ്. നിനക്ക് നാണമില്ലേടാ, ഒരു മാപ്പിളയാണ് മലയാള സിനിമയുടെ ചരിത്രം ഉണ്ടാക്കിയതെന്ന് പറയാൻ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നിന്ന് ചിരിച്ചു. ഒരു നായരാണ് മലയാള സിനിമയുടെ പിതാവെന്ന് നിനക്ക് പറയാൻ മേലായിരുന്നോ? അപ്പോൾ പതിയെ ചേലങ്ങാട്ട് പറഞ്ഞു, TR സുന്ദരം നായരല്ലായിരുന്നല്ലോ. ഇതായിരുന്നു ചേലങ്ങാടിൻ്റെ മറുപടി. കുപിതനായി ചാടി എഴുന്നേറ്റ് കുട്ടനാട് രാമകൃഷ്ണപിള്ള അലറി, പോടാ റാസ്കൽ എൻ്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് എന്ന് പറഞ്ഞു. ചേലങ്ങാടൻ ചാടി പുറത്തിറങ്ങി. മലയാളിയിൽ നിന്നും ചേലങ്ങാട് ഗോപാലകൃഷ്ണനെ പിരിച്ചു വിട്ടു എന്നുള്ള കത്ത് കൈയുടനെ കിട്ടി. അവിടുന്ന് യാത്ര പറഞ്ഞു. ഇതാണ് ചേലങ്ങാട് ഗോപാലകൃഷ്ണന് JC ഡാനിയലിനെ കാണാൻ പോയതിന് കിട്ടിയ പ്രതിഫലം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ശരി, നോൺസെൻസ് എന്നൊക്കെ കരുണാകരൻ പറഞ്ഞെങ്കിലും
മലയാള സിനിമയ്ക്ക് സമഗ്രമായ സംഭാവന ചെയ്യുന്നവർക്ക് ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിക്കും. എനിക്ക് തോന്നുന്നു ടി.എൻ. ജേക്കബ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ്. നല്ല സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നു. അതിന് ആരുടെ പേര് നൽകണമെന്നുള്ള ഒരുപാട് ചർച്ചകൾ കടന്നു. സത്യം മാഷിൻ്റെ അടക്കം ഒരുപാട്, രാമു കാര്യട്ടിൻ്റെ അടക്കം ഒരുപാട് പേരുടെ സജഷൻ വരികയും അവസാനം ഭൂരിപക്ഷം പേരും ജെ.സി. ഡാനിയലിൻ്റെ പേര് പറഞ്ഞതിൻ്റെ പേരിൽ മികച്ച സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഏറ്റവും വലിയ തുക, സിനിമയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ തുക ജെ.സി. ഡാനിയലിൻ്റെ പേരിലാക്കി. എന്നിട്ട് ആ അവാർഡ് കരുണാകരൻ തന്നെ കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിധി നിയോഗം. ഇതാണ് വിഗതകുമാരനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പൂന ഫിലിം ആർക്കൈവ്സിൽ അന്ത്യനിദ്ര കൊള്ളുന്നു എന്ന് പറയാം. പൂനെയിൽ പോയാൽ നമുക്ക് ആ പടം പൈസ എന്തോ ചെറിയ തുക എന്തോ അടച്ചാൽ കാണാം. മലയാളത്തിന് രണ്ടാമത്തെ നിശബ്ദ സിനിമയാണ് മാർത്താണ്ഡവർമ്മ. ഒരു സിനിമ എടുത്ത് എല്ലാം തകർന്ന ജെ.സി. ഡാനിയലിൻ്റെ ബന്ധു കൂടിയായ സുന്ദരരാജ് എന്ന നാഗർകോവിൽ സ്വദേശിയാണ് മാർത്താണ്ഡവർമ്മ സിനിമയാക്കിയത്. മാർത്താണ്ഡവർമ്മ സിനിമയാക്കാൻ ഇറങ്ങുമ്പോൾ സുന്ദർരാജിൻ്റെ പ്രായം 22 വയസ്സിലാണ് മാർത്താണ്ഡവർമ്മ എടുക്കാൻ ഇറങ്ങിയത്. പഴയകാല തിരുവിതാംകൂർ നായർ കുടുംബങ്ങളിൽ അധ്യാത്മരാമായണം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ C.V. രാമൻ പിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന നോവലാണെന്ന് ഉറപ്പിച്ച് പറയാം. ഇത് തന്നെയാകണം സുന്ദർരാജിന് മാർത്താണ്ഡവർമ്മ സിനിമയാക്കണം എന്ന മോഹം ഉണ്ടാക്കിയത്. നിശബ്ദ ചിത്രങ്ങളുടെ കാലം ഏതാണ്ട് അവസാനിക്കാറാവുമ്പോഴാണ് മാർത്താണ്ഡവർമ്മ സിനിമയാക്കണം എന്ന മോഹം സുന്ദർരാജിന് വന്നത്. വിഗതകുമാരൻ ചിത്രീകരിക്കുന്ന സമയത്ത് സുന്ദർരാജും ഒരു സിനിമ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പഠിക്കാനായിട്ട് ആ ലൊക്കേഷനിലുണ്ടായിരുന്നു. 1931 ആദ്യ ഇന്ത്യൻ ശബ്ദചിത്രം പ്രദർശനത്തിനെത്തി ആലം അര. ഹിന്ദി കൂടാതെ തമിഴിലും തെലുങ്കിലും 1931 നിശബ്ദ ചിത്രങ്ങൾ വന്നു തുടങ്ങി. അതായത് പതുക്കെ നമ്മൾ കളറിൽ നിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മാറുന്നത് പോലെ നിശബ്ദ സിനിമ അസ്തമിക്കുകയും ശബ്ദ സിനിമ വന്നു തുടങ്ങി തമിഴിലും തെലുങ്കിലും ഒക്കെ. നിശബ്ദ ചിത്രങ്ങൾ നിർമ്മിച്ചിരുന്ന മദ്രാസിലെ വേൽ പിക്ചേഴ്സ് കോർപ്പറേഷൻ ശബ്ദചിത്ര നിർമ്മാണത്തിലേക്ക് മാറി. ഇനി നിശബ്ദം നിർമ്മിക്കേണ്ട എന്നവർ തീരുമാനിച്ചു. എന്നാൽ ശബ്ദചിത്ര വിപ്ലവം ഉടനെ ഒന്നും നിശബ്ദ ചിത്രങ്ങൾക്ക് ഭീഷണിയായി വളരില്ല എന്ന് സുന്ദർരാജൻ കരുതിയിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെ അതിനിറങ്ങുമല്ലോ. അതായത് കളർ സിനിമയൊക്കെ വരുന്നെങ്കിലും കുറച്ചു കാലം കൂടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോകും എന്ന് വിചാരിച്ചതുപോലെ ശബ്ദ സിനിമ വന്നാലും നിശബ്ദ സിനിമയ്ക്കും സ്പേസ് ഉണ്ടാവുമെന്ന് സുന്ദർരാജ് കരുതി. വേൽ പിക്ചേഴ്സുകാർ ഉപയോഗിച്ച നിശബ്ദ ചിത്ര നിർമ്മാണ ഉപകരണങ്ങൾ സുന്ദർരാജ് വിലയ്ക്ക് വാങ്ങി ഒരു ലോറിയിൽ കയറ്റി നാഗർകോവിലിലെ വീട്ടിൽ കൊണ്ടുവന്നു. 1932 നാഗർകോവിലിൽ ശ്രീ രാജരാജേശ്വരി എന്ന പേരിൽ സ്വന്തമായി ഒരു സ്റ്റുഡിയോ സ്ഥാപിച്ചു സുന്ദർരാജ്. തിരുവിതാംകൂർ രാജകുടുംബത്തോട് അഗൈതവുമായ സ്നേഹബഹുമാനം ഉള്ളവരായിരുന്നു തിരുവിതാംകൂറിലെ ഏറിയ കുടുംബവും. അതിൽ ജാതി മതം ഒന്നും പ്രശ്നമല്ല. തിരുവിതാംകൂർ തമ്പുരാൻ എന്നാണല്ലോ വിളിക്കുന്നത്. തമ്പുരാക്കന്മാരെ വലിയ ബഹുമാനത്തോടെ കണ്ടവരായിരുന്നു തിരുവിതാംകൂർക്കാർ. മാർത്താണ്ഡവർമ്മ നിർമ്മിക്കുന്ന കാലത്ത് നാഗർകോവിലടക്കം തിരുവിതാംകൂറിൻ്റെ ഭാഗമാണ്. സുന്ദർരാജ് ഒരു നാടാർ ക്രിസ്ത്യനായിരുന്നു. ക്രിസ്ത്യാനികൾക്കായി നിരവധി സ്ഥാപനങ്ങൾ നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരികളോട് ഇവർക്ക് കടപ്പാടുള്ള കാലം. നാഗർകോവിലിൽ ജനിച്ചിട്ടും സുന്ദർരാജ് ഹൈസ്കൂളിലും കോളേജിലും പഠിച്ചത് തിരുവനന്തപുരത്തായിരുന്നു. മാർത്താണ്ഡവർമ്മ സിനിമയാക്കാൻ തീരുമാനിച്ച ഉടനെ സുന്ദർരാജ് ആദ്യം പോയത് തിരുവിതാംകൂർ രാജ കൊട്ടാരത്തിലായിരുന്നു, ഇവിടെ കവടിയാർ. അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരി സേതു ലക്ഷ്മിഭായി തമ്പുരാട്ടിയാണ്. അവരെ ഒന്ന് മുഖം കാണിക്കണം. അന്ന് അതത്ര എളുപ്പമല്ല. കൊട്ടാരം സർവാധികാരിക്ക് കണ്ട് തമ്പുരാട്ടിയെ മുഖം കാണിക്കണമെന്ന് അപേക്ഷ നൽകണം. മുഖം കാണിക്കുന്നത് എന്തിനാണെന്ന് അപേക്ഷയിൽ വ്യക്തമാക്കണം. ഇതേപ്പറ്റി ആദ്യം അന്വേഷിക്കും. ഈ തന്നിരിക്കുന്ന അപേക്ഷ ശരിയാണോ എന്ന് അന്വേഷിക്കും. എന്നിട്ടാണ് മുഖം കാണിക്കാൻ അനുവദിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അപേക്ഷ നൽകി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രാജ്ഞിയെ മുഖം കാണിക്കാനുള്ള അവസരം കൊടുത്തു. തങ്ങളുടെ പൂർവികന്മാരായ സ്വാതി തിരുനാൾ, മാർത്താണ്ഡവർമ്മ മഹാരാജാക്കന്മാരോട് തിരുവിതാംകൂർ രാജകുടുംബത്തിലുള്ളവർക്ക് വികാരപരമായ ഒരു ബഹുമാനമുണ്ടായിരുന്നു. ഇവരെ രണ്ടുപേരെയും പറ്റി ഗ്രന്ഥരചനയോ നാടകമോ സിനിമയോ എന്തെങ്കിലും നിർമ്മിക്കുന്നുവെങ്കിൽ എന്തു സഹായവും നൽകാൻ തിരുവിതാംകൂർ രാജാക്കന്മാർ അല്ലെങ്കിൽ രാജകുടുംബം തയ്യാറായിരുന്നു. മാർത്താണ്ഡവർമ്മ ചലച്ചിത്രമാക്കാൻ സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടായിരിക്കും സുന്ദർരാജിൻ്റെ വരവ് എന്ന് റീജൻ്റ് ലക്ഷ്മിഭായി തമ്പുരാട്ടി കരുതുക സ്വാഭാവികമാണ്.
അല്ലാതെ അവരെ കാണേണ്ട കാര്യമില്ല. മുഖം കാണിക്കാൻ വരുന്ന അതിന് തന്നെ ആയിരിക്കും, കുറച്ച് പൈസ ഒന്ന് സഹായിക്കണം എന്ന് പറയാനായിരിക്കുമെന്ന് അവർ കരുതി. എന്തായാലും സുന്ദർ രാജിന് മുഖം കാണിക്കാനുള്ള അനുവാദം കിട്ടി. താങ്കൾ ചെയ്യാൻ പോകുന്ന സിനിമയോട് ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് രാജ്ഞി അറിയിച്ചു. അതിനുവേണ്ട എന്തെങ്കിലും സാമ്പത്തിക സഹായം വേണമെങ്കിൽ ചോദിച്ചുകൊള്ളാനും റീജൻ്റ് പറഞ്ഞു. അയാളൊരു മാന്യനായതുകൊണ്ട് അയാൾ പറഞ്ഞു സാമ്പത്തിക സഹായമൊന്നും വേണ്ട, പിന്നെ എന്തിനാണ് ഇവിടെ വന്നതെന്നായി റീജൻ്റെ അടുത്ത ചോദ്യം. ചിത്രം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ പ്രിൻ്റ് പെട്ടി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൂജിച്ചു തരാൻ അനുവദിക്കണമെന്ന് മാത്രമേ സുന്ദർരാജ് പ്രിൻസസിനോട് അഭ്യർത്ഥിച്ചുള്ളൂ. ആലോചിച്ചു, ഒരു ക്രിസ്ത്യാനിയാണേ. അദ്ദേഹം പറയുകയാണ് മാർത്താണ്ഡവർമ്മ സിനിമ പൂർത്തിയായി കഴിയുമ്പോൾ ആ സിനിമയുടെ ഫിലിം പെട്ടിയെ ഒന്ന് ശ്രീപത്മനാഭൻ്റെ മുമ്പിൽ വെച്ച് ഒന്ന് പൂജിച്ചു തരാൻ പറയണം, അത് മാത്രം മതി എന്നാണ് പറഞ്ഞത്. ഉടനെ തന്നെ അതിന് അനുവാദം കൊടുത്തു. ചിത്രം പൂർത്തിയായി. സുന്ദർരാജ് പ്രിൻ്റ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചു, പൂജിച്ച് നൽകി. നെറ്റിപ്പട്ടം കെട്ടിയ ആനയുടെ പുറത്ത് ഫിലിം പെട്ടി എഴുന്നള്ളിച്ച് ചിത്രം പ്രദർശിപ്പിക്കുന്ന ക്യാപിറ്റോൾ തിയേറ്ററിലേക്ക് നായർ പട്ടാളത്തിൻ്റെ അകമ്പടിയോടെ കൊണ്ടുപോയതും ചരിത്രം. ഈ രംഗങ്ങളെല്ലാം സുന്ദർരാജ് ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. മാർത്താണ്ഡവർമ്മയുടെ തുടക്കത്തിൽ ഈ ദൃശ്യങ്ങൾ ചേർത്തു. മദ്രാശിക്കാരനായ PV റാവു ആയിരുന്നു സംവിധായകൻ. രാജാധികാരത്തിന് വേണ്ടി എട്ടുവീട്ടിപ്പിള്ളമാർ നടത്തുന്ന ഉപജാപങ്ങൾ, ചതിപ്രയോഗങ്ങൾ, ഒറ്റുകൊടുക്കൽ, മാർത്താണ്ഡവർമ്മയുടെ വിശ്വസ്തനായ അനന്തപത്മനാഭൻ്റെ വീരശൂര പരാക്രമങ്ങൾ, അനന്തപത്മനാഭനും പാറുക്കുട്ടിയുമായുള്ള പ്രണയരംഗങ്ങൾ, ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ മാർത്താണ്ഡവർമ്മ പ്രയോഗിക്കുന്ന അടവുകൾ, ഇതൊക്കെ നോവലിൽ ഉള്ളതുപോലെ തന്നെ തീവ്രതയോടെ തന്നെ ആ വൈകാരിക മുഹൂർത്തങ്ങളോടെ തന്നെ സുന്ദർരാജ് തിരക്കഥയിൽ ചേർത്തു. സുന്ദർരാജാണ് തിരക്കഥ എഴുതുന്നത്. ലക്ഷണമൊത്ത തിരക്കഥയായിരുന്നു മാർത്താണ്ഡവർമ്മയുടേത്. കൊട്ടാരമുറികളും വീടുകളുമൊക്കെ സെറ്റിട്ടു. മാങ്കോ ഈഗൽ കുറുപ്പിൻ്റെ വീട് നോവലിൽ പറഞ്ഞിരുന്ന പ്രകാരം സെറ്റിട്ട് അത് തീ വച്ച് ചിത്രീകരിക്കുക പോലും ചെയ്തു. മാർത്താണ്ഡവർമ്മയിലേക്ക് നടീനടന്മാരെ, പ്രശസ്ത സിനിമാ നാടക അഭിനേതാക്കളെ തന്നെ സുന്ദർരാജ് തിരഞ്ഞെടുത്തു. തലശ്ശേരിക്കാരനായ ആണ്ടിയായിരുന്നു മാർത്താണ്ഡവർമ്മ എന്ന ടൈറ്റിൽ റോൾ ചെയ്തത്. മാങ്കോ ഈഗൽ കുറുപ്പായി കോഴിക്കോട്ടുകാരൻ കേശവ മേനോനും ഭ്രാന്തൻ ചാത്താനായി APP മേനോനും നായിക സുഭദ്രയായി അക്കാലത്തെ ശ്രദ്ധേയയായ നടി ദേവകി ഭായിയെയും നിശ്ചയിച്ചു. പാറുക്കുട്ടിയായി പട്ടമ്മാളായിരുന്നു. 1932 1.5 ലക്ഷം രൂപ ചെലവിട്ടാണ് മാർത്താണ്ഡവർമ്മ പൂർത്തിയാക്കിയത്. ആലോചിച്ച് നോക്കൂ, അതിനൊക്കെ ഒരുപാട് ശേഷം T. വാസുദേവനൊക്കെ 1 ലക്ഷം രൂപയ്ക്കാണ് ഉമ്മ എന്ന് പറഞ്ഞ സിനിമ നിർമ്മിച്ചത്. ഇത് ശബ്ദം പോലും ഇല്ലാത്ത സിനിമയായിട്ട് പോലും 1.5 ലക്ഷം രൂപ 1932 ചിലവാക്കിയാണ്, ലാവിഷായിട്ടാണ് സുന്ദർരാജ് മാർത്താണ്ഡവർമ്മ ചെയ്തത്. ക്യാപിറ്റൽ തിയേറ്ററിലെ ആദ്യ പ്രദർശനം റീജൻറ്റിനും കുടുംബാംഗങ്ങൾക്കും ചില പ്രമുഖർക്കും വേണ്ടിയായിരുന്നു പ്രദർശിപ്പിച്ചത്. ചിത്രത്തിൽ മാർത്താണ്ഡവർമ്മയായ ആണ്ടിയുടെ പ്രകടനത്തിൽ തൃപ്തയായ പ്രിൻസസ് ഒരു വെള്ളി വാള് ആണ്ടിക്ക് സമ്മാനമായി നൽകി. ഇവിടെയാണ് പകർപ്പവകാശം എന്ന് പറയുന്ന കോപ്പിറൈറ്റ് എന്ന് പറയുന്ന വില്ലൻ്റെ കടന്നുവരവ്. മാർത്താണ്ഡവർമ്മ നോവലിൻ്റെ പകർപ്പവകാശം തലസ്ഥാനത്തെ കമലാലയം ബുക്ക് ഡിപ്പോക്കാർക്കായിരുന്നു. CV രാമൻപിള്ള കൊട്ടാരം സർവാധികാരിക്കാരനായിരുന്നു അക്കാലത്ത്. അദ്ദേഹം കമലാലയത്തിന് റൈറ്റ്സ് കൊടുക്കുമ്പോൾ ഒരു തുകയും ആവശ്യപ്പെട്ടില്ല. ആകർഷകമായ മേൽത്തരം 4 പുൽപ്പായകളാണ് CV രാമൻപിള്ളയ്ക്ക് കമലാലയം ബുക്ക് ഡിപ്പോ ഉടമ രാമൻ മേനോൻ നൽകിയതെന്നാണ് പറയുന്നത്. അതിൽ എത്ര സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. 4 പുൽപ്പായകളാണ് റൈറ്റിന് പ്രതിഫലമായിട്ട് കൊടുത്തത്. സിനിമയ്ക്കായി സുന്ദർരാജ് മാർത്താണ്ഡവർമ്മ എടുത്തപ്പോൾ മേനോനോട് റൈറ്റ്സ് ചോദിച്ചിരുന്നില്ല. മാർത്താണ്ഡവർമ്മ സിനിമയാവുന്നു എന്നറിഞ്ഞപ്പോൾ തൻ്റെ റൈറ്റ്സ് എന്തുകൊണ്ട് വാങ്ങിയില്ല എന്ന് രാമൻ മേനോനും ചിന്തിച്ചില്ല. കോപ്പി റൈറ്റും മോഷണവും ഒന്നും അന്ന് വിഷയങ്ങളായിരുന്നില്ല. അക്കാലത്തെ തിരുവനന്തപുരത്ത് ഒരു പ്രധാന ദിവ്യനായിരുന്നു മള്ളൂർ ഗോവിന്ദപിള്ള എന്ന ക്രിമിനൽ വക്കീൽ. എന്തൊരു വില്ലത്തരം അദ്ദേഹം കാണിച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാശും മള്ളൂരും ഉണ്ടെങ്കിൽ ആർക്കും പരസ്യമായി ആരെയും കൊല്ലാം, പുല്ലുപോലെ ഇറക്കിത്തരുമെന്ന് പലരും ധരിച്ചിരുന്ന കാലമായിരുന്നു അന്ന്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങി തലസ്ഥാനത്ത് നടക്കുന്ന എന്തിലും ഏതിലും മള്ളൂർ ഒരു സ്ഥിരം ക്ഷണിതാവാണ്. ക്ഷണിക്കാത്തവരോട് മള്ളൂർ മനസ്സിൽ പക വച്ച് അടിക്കേണ്ടടുത്ത് വെച്ച്
അടിക്കുകയും ചെയ്യും. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രകൃതം. മള്ളൂർ ഗോവിന്ദപിള്ള നല്ല ഹൈക്കോർട്ട് വക്കീൽ, കൊള്ളാത്ത കേസുകൾ പോലും തള്ളാതെ ആക്കുമല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ഒരു കവിത, 4 വരി കവിത എഴുതിയിട്ട് ചിങ്കിടികളെ കൊണ്ട് ആളുകൾ കൂടി നിൽക്കുന്നിടത്ത് വെച്ച് പാടിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. നല്ല കവിതയല്ലേ? മള്ളൂർ ഗോവിന്ദപിള്ള നല്ല ഹൈക്കോർട്ട് വക്കീൽ, കൊള്ളാത്ത കേസ് പോലും തള്ളാതെയാക്കുമല്ലോ എന്നാണ് അദ്ദേഹം എഴുതി കൊടുത്തത്. ഈ കവിത വിശ്വസിച്ച ധാരാളം പേര് മള്ളൂരിനെ കേസുകൾ ഏൽപ്പിച്ചു. മള്ളൂർ പെട്ടെന്ന് ലക്ഷപ്രഭുവായി മാറി. താൻ പിടിച്ച കേസ് ജയിക്കാൻ എന്ത് നീചമാർഗങ്ങളും സ്വീകരിക്കാൻ മള്ളൂരിന് ഒരു മടിയുമില്ലായിരുന്നു. അതിൻ്റെ ഒരു നല്ല ഉദാഹരണം വേണമെങ്കിൽ പറയാം. തിരുവിതാംകൂറിൻ്റെ കിഴക്കൻ മലകളിൽ തോട്ടം നടത്തിയിരുന്ന ഒരു സായിപ്പ്, വിദേശി, അക്കാലത്ത് എന്തോ പ്രശ്നം കൊണ്ട് ഒരാളെ വെടിവെച്ച് കൊന്നു. സായിപ്പ് കസ്റ്റഡിയിലായി. വെടിവെച്ച തോക്ക് പിടിച്ചെടുത്തു. വെടിയേറ്റ ആളെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ബുള്ളറ്റും കിട്ടി. തെളിവുകളെല്ലാം സായിപ്പിനെതിരെ. കേസ് സായിപ്പ് മള്ളൂരിനെ ഏൽപ്പിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തെളിവുകളും എല്ലാം സായിപ്പിനെതിരാണ്. കേസ് മള്ളൂരിനുമാണ്. കേസ് ജയിക്കാനായി കാശ് വാരിക്കോരി മള്ളൂരിന് കൊടുത്തു. കേസ് അന്വേഷിച്ച ഇൻസ്പെക്ടർ, പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ എല്ലാം സാക്ഷിയായി കോടതിയിലെത്തി. ആ ഡോക്ടറെയും ആ അന്വേഷണ ഉദ്യോഗസ്ഥനെയൊക്കെ വാദിക്കുന്ന ദിവസം എന്താണെന്നറിയില്ല, മള്ളൂർ ഗോവിന്ദപിള്ളയ്ക്ക് പതിവില്ലാത്ത ഒരു ജലദോഷം. ഒരുപാട് പ്രാവശ്യം തുമ്മുന്നു, മൂക്ക് ചീറ്റുന്നു, കർച്ചീഫിൽ തുടയ്ക്കുന്നു, തൂവാലയിൽ തുടയ്ക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യുന്നുണ്ട്. ജലദോഷം നല്ല കടുകട്ടി ജലദോഷമാണ്. വിസ്താരത്തിനിടയിൽ തുമ്മും, കോട്ടിൽ നിന്ന് കർച്ചീഫ് എടുക്കും, തുടയ്ക്കും. കോടതിയിലുള്ള കൈത്തോക്ക് ആദ്യം അദ്ദേഹം കാണണമെന്ന് പറഞ്ഞു. കൈത്തോക്ക് വാങ്ങിച്ച് കോടതി കൊടുത്തു. കൈത്തോക്ക് മുഴുവൻ പരിശോധിച്ചു. എന്നിട്ട് അദ്ദേഹം ആ കൈത്തോക്ക് കൊണ്ട് SA കാണിച്ചു. ഈ തോക്ക് തന്നെയാണോ 20 മുതലായി നിങ്ങൾക്ക് കിട്ടിയത്? അതെ, ഇതാണ് സർ. ഓക്കെ. തോക്ക് വീണ്ടും അദ്ദേഹം പരിശോധിച്ചു, തിരിച്ച് കോടതിയെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് ബുള്ളറ്റ് വാങ്ങിച്ചു. അതിന്ന് ഇയാളുടെ ദേഹത്ത് കൊണ്ട ബുള്ളറ്റ് വാങ്ങിച്ചു. ഒരുപാട് പ്രാവശ്യം പരിശോധിച്ചു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറോട് ചോദിച്ചു, ഇതാണോ ആ വയറ്റിൽ നിന്ന് നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ കിട്ടിയ ബുള്ളറ്റ്? അപ്പോൾ അദ്ദേഹവും പറഞ്ഞു, ഇത് തന്നെയാണ്. പല പ്രാവശ്യം ഇതിനിടയിൽ മള്ളൂരൊന്ന് തുമ്മി, മൂക്കുമായും തൂവാല കൊണ്ട് തുടച്ചു. ഇതിനിടയിൽ എപ്പോഴോ മള്ളൂർ ഇവരെ കാണിച്ച ആ ബുള്ളറ്റില്ലേ, ബുള്ളറ്റ് അങ്ങ് വിഴുങ്ങി. ഈ കർച്ചീഫ് കൊണ്ട് മൂക്ക് തുടയ്ക്കുന്നതിനിടയിൽ പതുക്കെ അതങ്ങ് വിഴുങ്ങി കഴിഞ്ഞ് വീണ്ടും കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അദ്ദേഹം ഈ തൂവാല പോക്കറ്റിലേക്ക് ഇട്ടു. തൂവാല പോക്കറ്റിലേക്ക് ഇട്ടതിന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പോക്കറ്റ് കിടക്കുന്ന വേറൊരു ബുള്ളറ്റ് പോക്കറ്റ് റെഡിയാക്കിയാണ് വന്നിരിക്കുന്നത്. ആ ബുള്ളറ്റ് കയ്യിലെടുത്തു. എന്നിട്ട് ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. പലതും തിരിച്ചും മറിച്ചും തിരിച്ചുമൊക്കെ ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് ആ വെടിയുണ്ട കോടതിക്ക് മടക്കി നൽകി. ചോദ്യങ്ങൾ അവസാനിപ്പിച്ചു. അടുത്ത് ഒരു ഡേറ്റ് വിളിക്കുമല്ലോ, കോടതി ഒരു ഡേറ്റ് വിളിച്ചു. അന്ന് ക്രോസ് വിസ്താരം വീണ്ടും തുടങ്ങുകയാണ്. SIയെയും ഡോക്ടറെയും വീണ്ടും മള്ളൂർ ക്രോസ് ചെയ്യുകയാണ്. ഇതല്ലേ ആ റിവോൾവർ? അതെ, ഇത് തന്നെയാണ്. ഇതല്ലേ ആ ബുള്ളറ്റ്? അതെ, അത് തന്നെയാണ് പറഞ്ഞു. മള്ളൂർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ വെടിയുണ്ട എടുത്ത് തോക്കിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ നോക്കി. പക്ഷേ ഒരു തരത്തിലും ബുള്ളറ്റ് കയറുന്നില്ല. കാരണം ആ തോക്കിലിടേണ്ട, ആ റിവോൾവറിലിടേണ്ട ബുള്ളറ്റല്ല തെളിവായി കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് മള്ളൂർ പറയുന്നത്. മള്ളൂർ ഒറിജിനലിനെ വിഴുങ്ങിക്കളഞ്ഞല്ലോ. അങ്ങനെ ഈ തോക്കിനകത്തേക്ക് കയറ്റാൻ പറ്റാത്ത ബുള്ളറ്റ് വെച്ച് ആളുകളെ എങ്ങനെയാണ് വെടിവെച്ച് കൊല്ലണേ എന്ന് ചോദിച്ച്, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ കേസ് അന്വേഷിക്കണേന്നൊക്കെ പറഞ്ഞ് കേസ് കുളമായി. കേസ് പൊളിഞ്ഞു. സായിപ്പ് ജയിച്ചു. അന്ന് മുതൽ മള്ളൂരിനെ ആളുകൾ വിളിക്കുന്നത് ഉണ്ട വിഴുങ്ങി മള്ളൂർ എന്നായിരുന്നു. ഞാനിത് പറയാൻ കാര്യം, ക്യാപിറ്റൽ തിയേറ്ററിൽ മാർത്താണ്ഡവർമ്മ പ്രദർശിപ്പിക്കാൻ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. രാജകുടുംബത്തിനും ചില പ്രമുഖർക്കുമാണ് ആദ്യ ഷോ. ആ ആദ്യ ഷോ പട്ടികയിൽ സുന്ദർരാജിൻ്റെ സമയം മോശമായതുകൊണ്ടായിരിക്കാം മള്ളൂരിൻ്റെ പേരില്ലായിരുന്നു, വിട്ടുപോയി. അതാണ് പ്രശ്നം. അതിനപ്പുറത്ത് ഫിലിം പെട്ടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച് ആനപ്പുറത്ത് നെറ്റിപ്പട്ടമൊക്കെ കെട്ടി ആനയുടെ പുറത്ത് എഴുന്നള്ളിച്ച് നായർ പട്ടാളവും കുതിരപ്പട്ടാളവും നയിക്കുന്ന ആ പ്രോഗ്രാമിലും മള്ളൂരില്ല. മള്ളൂർ വിചാരിച്ചത് ഈ രണ്ടിടത്തും പോയി ഷൈൻ ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷേ രണ്ടിനും അദ്ദേഹം ഇല്ല. പ്രിവ്യൂവിനും ഇല്ല, എഴുന്നള്ളിപ്പിനും. തന്നെ സുന്ദർരാജ് ക്ഷണിക്കുമെന്ന് അദ്ദേഹം കരുതി, പക്ഷേ ക്ഷണിച്ചില്ല. സുന്ദർരാജിൻ്റെ സമയദോഷത്തിന് വിട്ടുപോയി എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്.
JC ഡാനിയൽ വിഗതകുമാരൻ കാണാൻ മള്ളൂരിനെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ ആദ്യ സിനിമയായ വിഗതകുമാരൻ കാണാൻ ആ JC ഡാനിയൽ എന്നെ വിളിച്ചു. പക്ഷേ രണ്ടാമത്തെ സിനിമയായ മാർത്താണ്ഡവർമ്മ എടുക്കുമ്പോൾ ആ സിനിമ കാണാൻ അതിൻ്റെ കാശ് മുടക്കുന്ന സുന്ദർരാജ് എന്നെ വിളിച്ചില്ല. രോഷാകുലനായി മാറി മള്ളൂർ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം പിടികിട്ടി. CB രാമൻപിള്ളയുടെ പുസ്തകത്തിൻ്റെ റൈറ്റ് കമലാലയം ബുക്ക് ഡിപ്പോയ്ക്കാണ്. അവരിൽ നിന്നും റൈറ്റ് വാങ്ങിയിട്ടില്ല എന്നുള്ള വിവരം അദ്ദേഹം എങ്ങനെയോ കണ്ടുപിടിച്ചു. മള്ളൂർ നേരെ കമലാലയം ബുക്ക് ഡിപ്പോ ഉടമ രാമൻ മേനോനെ പോയി കണ്ടു. റൈറ്റ് വാങ്ങാതെ സിനിമ എടുത്തതിന് കേസ് ഫയൽ ചെയ്യാൻ ഉപദേശിച്ചു. എന്തിനാ വെറുതെ കേസും പുക്കാറും എന്നായിരുന്നു രാമൻ മേനോൻ്റെ മറുപടി. ഇന്ത്യൻ കോപ്പിറൈറ്റ് ആക്ടിനെ പറ്റി രാമൻ മേനോനെ മള്ളൂർ ഗോവിന്ദപിള്ള നന്നായിട്ട് പഠിപ്പിച്ചു. നാഗർകോവിലിൽ കിടക്കുന്ന ഒരു നാടാർ പയ്യൻ നമ്മളെ കഴുതകളാക്കി വിജയിപ്പിക്കാൻ അനുവദിക്കരുത് എന്നായിരുന്നു മള്ളൂരിൻ്റെ പ്രധാന പോയിൻ്റ്. ഇപ്പോൾ ജാതി വെച്ച് പിടിച്ചാലല്ലേ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുള്ളൂ. നാഗർകോവിലിൽ കിടക്കുന്ന ഒരു നാടാർ പയ്യൻ അവൻ ഇവിടെ വന്ന് നമ്മൾ നായന്മാരെയും മേനന്മാരെയൊക്കെ പറ്റിക്കുന്നത് നിന്നു കൊടുക്കരുത് എന്ന് മള്ളൂർ പറഞ്ഞപ്പോൾ അത് ശരിക്കും കൊണ്ടു. താൻ സൗജന്യമായി കേസ് നടത്താം, എനിക്ക് 10 പൈസ തരണ്ട, നമ്മുടെ നായന്മാരുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന ഒരു കാര്യത്തിന് ഞാൻ കൂട്ടി നിൽക്കില്ല, അതുകൊണ്ടാണ് ഞാൻ വന്നത്, നിങ്ങൾ 10 പൈസ തരണ്ട, ഞാൻ കേസ് നടത്താം എന്നായി. കോപ്പിറൈറ്റ് വഞ്ചന ഇനി ആരും ചെയ്യരുത്, ഇതൊരു താക്കീതായി മാറണം, നമ്മൾ പുഷ്പം പോലെ ജയിക്കുമെന്നും മള്ളൂർ ഗോവിന്ദപിള്ള രാമമേനോനോട് പറഞ്ഞു. സുന്ദർരാജ് മേനോൻ്റെ അടുത്ത് വന്ന് കാലിൽ വീണ് പറയുന്ന പണം തന്ന് കേസ് രാജിയാക്കുന്ന കാഴ്ചയൊക്കെ പറഞ്ഞ് രാമൻ മേനോനെ നന്നായിട്ട് ഇളക്കി മള്ളൂർ. രാമൻ മേനോൻ ക്രിമിനലായും സിവിലായും കേസ് ഫയൽ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വക്കീൽ മള്ളൂർ ഗോവിന്ദപിള്ളയാണെന്ന് പറയണ്ടല്ലോ. സിവിൽ കോടതിയിലും ക്രിമിനൽ കോടതിയിലും മള്ളൂർ നേരിട്ട് തന്നെ ഹാജരായി വാദിച്ചു. മാർത്താണ്ഡവർമ്മയുമായി ഓടി നടക്കുന്നതിനാൽ മള്ളൂരിൻ്റെ നോട്ടീസൊന്നും സുന്ദർരാജ് കാര്യമായിട്ടെടുത്തില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. അദ്ദേഹം ഭയങ്കര തിരക്കിലായിരുന്നുകൊണ്ട് ഈ പ്രദർശനവും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ഓട്ടമായിരുന്നുകൊണ്ട് വക്കീൽ നോട്ടീസ് വന്നതിന് അത്രയും വില കൊടുത്തില്ല. കേസിൻ്റെ പ്രോഗ്രസ് മള്ളൂർ രഹസ്യമായി വയ്ക്കുകയും ചെയ്തു. കാരണം കോടതിയിൽ നന്നായിട്ട് നടക്കുന്നുണ്ട്, ഇയാൾ മള്ളൂർ നന്നായിട്ട് വാദിക്കുന്നുണ്ട്. ഇതൊന്നും സുന്ദർരാജ് അറിഞ്ഞില്ല. പ്രദർശനം വലിയ വിജയകരമായി 4-ാം നാളിലെത്തുമ്പോൾ അതാ വരുന്നു കോടതി ഉത്തരവ്. മാർത്താണ്ഡവർമ്മയുടെ പ്രദർശനം ശാശ്വതമായി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രദർശനം തുടങ്ങാൻ മിനിറ്റുകളുള്ളപ്പോൾ പോലീസും ആമ്യനും വന്ന് തിയേറ്ററിൻ്റെ കതകിൽ കോടതി ഉത്തരവ് പതിച്ചു. പ്രിൻ്റ് അടങ്ങിയ പെട്ടി ആമ്യൻ ജപ്തി ചെയ്ത് കുതിരവണ്ടി കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്തു. തീർന്നില്ലേ? 4-ാമത്തെ ദിവസം പടം തുടങ്ങി 4-ാമത്തെ ദിവസമാണ് ഈ ദ്രോഹം ചെയ്തത്. പിറ്റേന്ന് സുന്ദർരാജൻ റിവിഷൻ പെറ്റീഷൻ കൊടുത്തു. ക്രിമിനൽ വക്കീൽ അന്ന ചാണ്ടി, പിന്നീട് ജസ്റ്റിസായി മാറിയ അന്ന ചാണ്ടി സുന്ദർരാജന് വേണ്ടി കോടതിയിൽ വാദിച്ചു. കീഴ്ക്കോടതിയിലും മേൽക്കോടതിയിലും കേസ് തള്ളി. 2 കോടതിയിലെയും വിധി ഒന്നായതിനാൽ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാൻ അന്നത്തെ കാലത്ത് കഴിയില്ല. മാർത്താണ്ഡവർമ്മയുടെ പ്രിൻ്റ് കോടതിയിൽ കടന്നു. ഒരു സിനിമയുടെ പ്രിൻ്റ് ആദ്യമായി കോടതിയിലാകുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കേസാണ് മാർത്താണ്ഡവർമ്മ. 5000 രൂപ കമലാലയത്തിന് സുന്ദർരാജ് നഷ്ടപരിഹാരവും നൽകേണ്ടി വന്നു. 5000 രൂപയും പ്രിൻ്റുമാണ് എടുത്തുകൊണ്ട് പോയേ. 19 വർഷങ്ങൾക്ക് ശേഷം 50 വർഷങ്ങൾക്ക് ശേഷം പീതകുമാരൻ്റെയും മാർത്താണ്ഡവർമ്മയുടെയും തിരിശേഷിപ്പുകൾ തേടി നാഷണൽ ഫിലിം ആർക്കൈവ്സിൻ്റെ ക്യൂറേറ്ററായ PK നായർ സാർ അന്വേഷിച്ച് നടന്നു. ഈ മലയാളത്തിലെ ആദ്യത്തെ 2 നിശബ്ദ ചിത്രങ്ങളുടെയും എന്തെങ്കിലും തെളിവുകൾ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ച് നടന്നു. വിഗതകുമാരൻ്റെ പ്രിൻ്റ് JC ഡാനിയലിൻ്റെ മകൻ തന്നെ കത്തിച്ച് കളഞ്ഞു. നിങ്ങൾ സിനിമ കണ്ടല്ലോ. ആ പയ്യൻ തന്നെ കളിക്കാൻ വേണ്ടി വിളക്കിൻ്റെ മണ്ണെണ്ണ വിളക്കിൽ വെച്ച് കത്തിച്ച് കളഞ്ഞു. മാർത്താണ്ഡവർമ്മയുടെ പ്രിൻ്റ് അതിൻ്റെ പെട്ടി കമലാലയം ബുക്ക് ഡിപ്പോയുടെ ഗോഡവണിൽ സ്ഥലം മെനക്കെടുത്തി കിടപ്പുണ്ടെന്ന് ആരോ അദ്ദേഹത്തോട് പറഞ്ഞു. PK നായർ അവിടെ പോയി തുണ്ടായി കിടക്കുന്ന ആ ഫിലിം പെട്ടി പരിശോധിച്ചിട്ട് 10000 രൂപ കൊടുത്ത് ആ പ്രിൻ്റ് ശേഖരിച്ചു. പഴകിപ്പോയ പ്രിൻ്റിനെ ലണ്ടനിലേക്ക് അയച്ച് ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ പുനർനിർമ്മിച്ചു. ഈ പൊട്ടിപ്പോയതിനെല്ലാം ഒന്നാക്കിയെടുത്ത് പുതിയ പ്രിൻ്റാക്കിയെടുത്തു. ഇപ്പോൾ മാർത്താണ്ഡവർമ്മ പൂന ആർക്കൈവ്സിലുണ്ട്. മാർത്താണ്ഡവർമ്മ സിനിമയുടെ പതനം സുന്ദർരാജിനെ മാത്രമല്ല ബാധിച്ചത്. ആ ചിത്രവുമായി സഹകരിച്ചവരെല്ലാം ദുരിതത്തിലായി. മാർത്താണ്ഡവർമ്മയായ ആണ്ടിക്ക്
തലശ്ശേരിക്ക് മടങ്ങാൻ. യാത്ര ചെയ്യാനുള്ള കാശ് പോലും കയ്യിലില്ല. അതുകൊണ്ട് അദ്ദേഹം എന്തെന്ന് വെച്ചാൽ കൊട്ടാരം റീജൻറ്റ് സമ്മാനിച്ച ആ വെള്ളി വാള് വിൽക്കാൻ തീരുമാനിച്ചു. ചാലക്കമ്പോളത്തിൽ വെള്ളി വാള് വിൽക്കാൻ ചെന്നപ്പോൾ വാളിൽ നോക്കിയപ്പോൾ രാജമുദ്രയുണ്ട്, കൊട്ടാരത്തിൻ്റെ മുദ്രയുണ്ട്. മോഷ്ടിച്ചതാണെന്ന് ഉറപ്പിച്ച കടയുടമ പോലീസിന് വിവരം അറിയിച്ചു. പോലീസ് ആണ്ടിയെ അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല നന്നായിട്ട് ദേഹോപദ്രവവും ചെയ്തു. വിവരം കൊട്ടാരത്തിലെത്തി. ഒരു ദൂതൻ വന്ന് നിജസ്ഥിതി അറിയിച്ച ശേഷമാണ് ആണ്ടിക്ക് നാട്ടിൽ പോകാനായത്. പോകാനുള്ള കാശും കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തയച്ചു. ചിത്രം പൂർത്തിയാക്കുന്നതിനിടയിൽ നിർമ്മാതാവും തിരക്കഥാരചയിതാവും ആയ സുന്ദർരാജും നായികയാകാൻ വന്ന ദേവകി ഭായി എന്ന് പറയുന്ന തഞ്ചാവൂരുകാരിയാണ്, ദേവകി ഭായിയുമായിട്ട് അടുത്തു. അവർ ദേവകി ഭായി കുടുംബത്തോടൊപ്പം തഞ്ചാവൂരിൽ നിന്ന് എന്താ പറയുക, സിനിമയിലും നാടകങ്ങളിലൊക്കെ അഭിനയിക്കാൻ വേണ്ടി മദ്രാസിലെത്തിയവരാണ്. തമിഴ് നാടക ചലച്ചിത്ര വേദിയിലെ പ്രശസ്ത നടിയായിരുന്നു ദേവകി ഭായ്. അഭിനയത്തിലൂടെ അവർ സ്വർണവും പണവും ഒക്കെ ഒരുപാട് നേടി. ഈ സമയത്താണ് മാർത്താണ്ഡവർമ്മയിൽ അഭിനയിക്കാനുള്ള ക്ഷണിച്ചുകൊണ്ടുള്ള സുന്ദർരാജിൻ്റെ വരവ്. ചിത്രത്തിൽ അഭിനയിക്കാൻ നാഗർകോവിലിൽ വന്നു ദേവകി ഭായ്. 1 വർഷം കൊണ്ടാണ് മാർത്താണ്ഡവർമ്മ പൂർത്തീകരിച്ചത്. ഇതിനിടയിൽ ദേവകി ഭായിയും നിർമ്മാതാവായ സുന്ദർരാജനുമായി അടുപ്പത്തിലായി. ഇക്കാര്യം ആ സെറ്റിൽ ആരും അറിഞ്ഞതേയില്ല. രഹസ്യമായി അവർ രജിസ്റ്റർ മാരേജും ചെയ്തു. അതും ആരും അറിഞ്ഞില്ല. ചിത്രീകരണത്തിൻ്റെ ഇടവേളകളിൽ ദേവകി ഭായി മദ്രാസിന് പോകും. വീണ്ടും ഷൂട്ടിംഗ് തുടങ്ങുന്നു എന്ന് പറയുമ്പം മടങ്ങി വരും. ഓരോ പ്രാവശ്യം പോയി വരുമ്പോഴും കുറേശ്ശെ സമ്പത്തെല്ലാം മദ്രാസിൽ നിന്ന് പതുക്കെ നാഗൂറിലേക്ക് കൊണ്ടുവന്നു. തൻ്റെ വകകളെല്ലാം കൊണ്ടുവന്നു എന്ന് ഉറപ്പായപ്പോൾ അവർ സുന്ദർരാജനോടൊപ്പം ജീവിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇരുവരും വിവാഹിതരായ കാര്യം ഇരു വീട്ടുകാരും അറിയുന്നത്. 2 വീട്ടുകാരും വിവാഹം അംഗീകരിക്കാൻ തയ്യാറായില്ല. കേരള പോലീസിലെ ഒരു ഉയർന്ന ഓഫീസറായിരുന്ന ചെല്ലയ്യ ദൊരരാജ് എന്ന് പറയുന്ന ആൾ സുന്ദർരാജിൻ്റെ സഹോദരനായിരുന്നു. സുന്ദർരാജിനെ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് കണ്ടുകൂടായിരുന്നുവെന്ന് ജെ.സി. ഡാനിയൽ തന്നെ ചേലങ്ങാട് ഗോപാലകൃഷ്ണനോട് പറഞ്ഞു. ഇങ്ങനെ ഈ ഒരു ബ്രാഹ്മണ സ്ത്രീയെ കല്യാണം കഴിച്ചതുകൊണ്ട് അല്ലെങ്കിൽ വീട്ടിലെ എല്ലാം നശിപ്പിച്ച്, ഡാനിയലിനെ പോലെ തന്നെ എല്ലാം നശിപ്പിച്ചതുകൊണ്ട് ബാക്കി മക്കളെല്ലാം നല്ല നിലയിലായപ്പോൾ ഇദ്ദേഹത്തെ വീട്ടുകാർക്ക് കണ്ടുകൂടായിരുന്നു. നാടാർ ക്രിസ്ത്യനായ സുന്ദർരാജും ബ്രാഹ്മണ യുവതിയായ ദേവകി ഭായിയും വിവാഹിതരായത് വലിയ വാർത്തയായി കോളിളക്കം തന്നെ ഉണ്ടായി. ഈ സമയത്താണ് സിനിമയുടെ പ്രിൻ്റ് കണ്ടുകെട്ടുന്നതും 5000 രൂപ സുന്ദർരാജ് കെട്ടിവെക്കേണ്ടതും വരുന്നതുമൊക്കെ. നിൽക്കക്കളിയില്ലാതെ രാജരാജേശ്വരി സ്റ്റുഡിയോയും അതിലെ ഉപകരണങ്ങളും എല്ലാം വിറ്റ് സുന്ദർരാജ് കടം വീട്ടി. മിശ്ര വിവാഹത്തോടെ 2 പേരുടെ വീട്ടിൽ നിന്നും പുറത്താക്കി. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ 2 പേരും ആദ്യം മധുരയിലേക്ക് പോയി. പിന്നീട് അവിടെ നിന്ന് സിലോണിലേക്ക് പോയി. അവിടെയും പിടിച്ചു നിൽക്കാനായില്ല. മടങ്ങി തിരുവനന്തപുരത്തെത്തി കണ്ണമ്മൂലയിൽ ഒരു റേഷൻ കട തുടങ്ങി. കണ്ണമ്മൂല എന്ന് പറഞ്ഞാൽ മധുസാർ താമസിക്കുന്നതിനടുത്ത്. തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന പക്ഷക്കാരനായിരുന്നു സുന്ദർരാജ്. രാജകീയ ജീവിത സാഹചര്യത്തിൽ നന്നായിട്ട് വളർന്ന സുന്ദർരാജിൻ്റെ സിനിമ പിടുത്തം എല്ലാം നഷ്ടപ്പെട്ട് നിരവധി തിക്താനുഭവങ്ങൾ നേരിട്ട വ്യക്തിയാക്കി മാറ്റി സുന്ദർരാജിനെ. ജെ.സി. ഡാനിയലിനെ പോലെ തന്നെ നല്ല സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ചിട്ട് സിനിമ എന്നുള്ള മോഹം കൊണ്ട് അതിലേക്ക് എടുത്തു ചാടി എല്ലാം നശിപ്പിച്ചവരായി 2 പേരും. എല്ലാം തകർന്നപ്പോഴും സുന്ദർരാജിൻ്റെ ഒപ്പം നിന്ന പ്രിയതമയായി ദേവകി ഭായ്. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായൊരു സിനിമ നിർമ്മിച്ച മനുഷ്യനും അതിലെ നായികയുമാണ് റേഷൻ കട നടത്തുന്നതെന്ന് കണ്ണമ്മൂലയിൽ ആർക്കെങ്കിലും മനസ്സിലാകാൻ ഇടയില്ല. ആരോടും ഇവർ പറയില്ല ഇങ്ങനെയാണെന്ന്. കണ്ണമ്മൂലക്കാരനായ നമ്മളെ നടൻ മധുസാറിനെങ്കിലും അറിയാമായിരുന്നോ എന്ന് സംശയമാണ്. ഇടയ്ക്ക് മധുസാറിനെ കാണാൻ പോയപ്പോൾ അത് ചോദിക്കണമായിരുന്നു. എനിക്ക് തോന്നില്ല മധുസാറിനും അറിയാമെന്ന് എനിക്ക് തോന്നില്ല. കാരണം അവരാരോടും പറഞ്ഞിട്ടില്ല ഞങ്ങൾ മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞ തിരുവിതാംകൂർ രാജാവിൻ്റെ സിനിമ എടുത്ത് കുത്തുവാള എടുത്തു പോയവരാണ്, അല്ലെങ്കിൽ ഒരു വക്രബുദ്ധിയുള്ളൊരു വക്കീൽ കാരണം ഞങ്ങളുടെ എല്ലാം നശിച്ചു പോയി എന്ന് അവരാരും പറയുമെന്ന് എനിക്ക് തോന്നില്ല. പറഞ്ഞാലും പിന്നെ ഈ റേഷൻ കട നടത്തുന്നത് നിങ്ങളാണ് സിനിമ എടുത്തതെന്നേ ചോദിക്കുള്ളൂ. ജെ.സി. ഡാനിയൽ പറഞ്ഞത് വച്ച്
ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ സുന്ദർരാജിനെ തിരക്കി കണ്ണമൂലി ചെന്നു. ഈ ചേലങ്ങാടിനെ സമ്മതിക്കണം കേട്ടോ, എവിടെ വേണമെങ്കിലും പോവും. സിനിമയെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ ഒരാവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ എത്ര ദൂരം വേണമെങ്കിലും പോകാൻ ഒരു മടിയില്ലാത്ത മനുഷ്യനായിരുന്നു. സുന്ദർരാജിനെ തിരക്കി ജെ സി ഡാനിയൽ പറഞ്ഞതനുസരിച്ച് ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ കണ്ണമൂലിയിലെത്തി. റേഷൻ കട കണ്ടുപിടിച്ചു. സുന്ദർരാജിനെ കണ്ടു. പഴയ കാലത്തെ പറ്റി തിരക്കി. ആ കാലമൊക്കെ പോയില്ലേ, ഇനി അതേപ്പറ്റി എന്തിനു പറയുന്നു, എന്നെപ്പറ്റി ഒന്നും എഴുതരുത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. സുന്ദർരാജിനെ പറ്റി ചേലങ്ങാട്ട് വിശദമായി അറിയുന്നത് കേരള ഹൈക്കോടതി ജഡ്ജിയായ അന്നാചാണ്ടിയെ കാണുമ്പോഴാണ്. അദ്ദേഹം അന്നാചാണ്ടിയും കണ്ടു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുന്ദർരാജിന് വേണ്ടി കോടതിയിൽ പോയത് വക്കീലായിരുന്ന അന്നാചാണ്ടിയാണല്ലോ. സുന്ദർരാജിൻ്റെ കമലാലയം ബുക്ക് ഡിപ്പോയുമായിട്ടുള്ള കേസ് വാദിക്കാൻ ആദ്യം 200 രൂപയാണ് അന്നാചാണ്ടി വാങ്ങിയത്. കേസ് തോറ്റപ്പോൾ വീണ്ടും കാശുമായി സുന്ദർരാജ് വന്നെങ്കിലും അന്നാചാണ്ടി അത് വാങ്ങിയില്ല. മാർത്താണ്ഡവർമ്മയായി അഭിനയിച്ച ആണ്ടിയെ മാർത്താണ്ഡവർമ്മയുടെ 2ാം ജന്മമായായിരുന്നു അക്കാലത്ത് തിരുവിതാംകൂർ കണ്ടിരുന്നത്. ആണ്ടിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു. വഴിയിൽ കാണുന്നവർ താണ് വീണ് തൊഴുത് ഓച്ചാനിച്ച് നിൽക്കുമായിരുന്നു. രാജാവിനെ കാണുമ്പോൾ നിൽക്കുമ്പോൾ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആണ്ടി പുറത്തേക്ക് ഇറങ്ങണ്ട എന്ന് സംവിധായകൻ റാവുവും നിർമ്മാതാവ് സുന്ദർരാജും നിർദ്ദേശിച്ചു. ആണ്ടിക്കുള്ള ആഹാരം തിയേറ്ററിൽ കൊണ്ടു കൊടുക്കും. തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർ പോലും തിയേറ്ററിൽ വന്നാണ് ആണ്ടിയെ കണ്ടത്. 1987 തങ്ങളുടെ അയൽപക്കത്ത് താമസിക്കുന്ന പാട്ടി അല്ലെങ്കിൽ അമ്മുമ്മ സിനിമാ നടിയായിരുന്നെന്ന് കണ്ണമ്മൂലക്കാരറിഞ്ഞു. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, സൂര്യ കൃഷ്ണമൂർത്തി സൂര്യ ഫിലിം സൊസൈറ്റി പഴയ കാലത്തെ ഇന്നറിയപ്പെടാതെ പോയ സിനിമാ താരങ്ങളെ ആദരിക്കാൻ തീരുമാനിച്ചു. 1987 ദേവകി ഭായിയെ വലിയ അന്വേഷണങ്ങൾക്കൊടുവിൽ സൂര്യ കൃഷ്ണമൂർത്തി കണ്ടെത്തി. ടാഗോർ തിയേറ്ററിലെ ചടങ്ങിൽ ദേവകി ഭായി എന്ന് പറഞ്ഞ മലയാളത്തിലെ 2ാമത്തെ ചിത്രത്തിൻ്റെ നായികയ്ക്ക് സ്വീകരണം നൽകി. ആദരവിന് ശേഷം ഓരോരുത്തരോടും 2 വാക്ക് പറയണമെന്ന് അഭ്യർത്ഥിച്ചു. ദേവകി ഭായി മൈക്കിന് മുന്നിൽ വന്നു നിന്നു. തമിഴും മലയാളവും കലർന്ന 1-2 സെൻറ്റൻസുകൾ പറഞ്ഞിട്ട് ആ പാവ സ്ത്രീ മൈക്കിന് മുന്നിൽ നിന്ന് പൊട്ടി 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 കരഞ്ഞു. പിന്നെ അവരെങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. അവസാനമായി തലസ്ഥാനവാസികൾ കാണുന്നത് 1987 1965 സുന്ദർരാജ് മരിച്ചു. 2002 ദേവകി ഭായിയും വിട പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ മാർത്താണ്ഡവർമ്മയുടെ JC ഡാനിയലിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും കഥയായാലും ശരി, മാർത്താണ്ഡവർമ്മയുടെ നിർമ്മാതാവായ സുന്ദർരാജും ഭാര്യ ദേവകി ഭായിയുടെ കഥയായാലും ശരി, സിനിമയ്ക്ക് വേണ്ടി ആ രണ്ട് കൂട്ടരും നൽകിയ സംഭാവന അല്ലെങ്കിൽ അവരനുഭവിക്കേണ്ടി വന്ന യാതന ഇന്നത്തെ പുതുതലമുറയ്ക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ സിനിമ എടുക്കുന്നവർക്ക് അതൊന്നും അറിയാൻ വഴിയില്ല. കാരണം ഒരു സിനിമ എടുക്കുമ്പോൾ 1 കോടിയും 1.5 കോടിയൊക്കെ അല്ലേ എന്താ പറയുക ആദ്യത്തെ സിനിമയ്ക്ക് പോലും സംവിധായകൻ വാങ്ങിക്കുന്നത്. JC ഡാനിയലിനെ പോലെ സുന്ദർരാജിനെ പോലെ ജീവിതം മുഴുവൻ നശിപ്പിച്ചവരാണ് സിനിമയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തത്. ഇന്നത്തെ സിനിമയാകാനുള്ള കാരണം അവരൊക്കെ നൽകിയ രക്തസാക്ഷിത്വമാണ് എന്ന് വല്ലപ്പോഴുമെങ്കിലും സിനിമാക്കാരെല്ലാം ഓർക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് JC ഡാനിയലിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും സുന്ദർരാജിനും ദേവകി ഭായിക്കുമെല്ലാം ആത്മാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.